+2 വിദ്യാർത്ഥികളുടെ ഹോം സയൻസിൽ ചാപ്റ്റർ 10 ഫാമിലി റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ മാനേജ്മെന്റിനെ കുറിച്ചിട്ട് പഠിച്ചതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രക്രിയകളെ കുറിച്ച് പഠിച്ചു 4 അതിനുശേഷം വരുന്ന ഒരു പോർഷനാണ് നമുക്ക് ഈ മാനേജ്മെന്റിനെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ മോട്ടിവേഷൻ നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെ എന്നുള്ള ഒരു കാര്യം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. പ്രധാനമായിട്ടും 3 പ്രേരകങ്ങളാണ് വരുന്നത്. ഒന്നാമത്തത് വാല്യൂസ്. എന്താണ് വാല്യൂസ്? മൂല്യങ്ങൾ. രണ്ടാമത്തത് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദർശങ്ങൾ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഗോൾസ് ആണ്. ഗോൾസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ആദ്യം നമുക്ക് വാല്യൂസ് എന്താന്നുള്ളത് നോക്കാം, അല്ലെ? മൂല്യങ്ങൾ എന്താന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം വാല്യൂസ്, അല്ലേ? മൂല്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കെല്ലാം ഓരോരോ പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും, അല്ലെ? ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ അത് തന്നെയാണ് ഇതിലും പറയുന്നത്. ഒന്നുമില്ല, ഒരു വ്യക്തിയുടെ ഒരു ലൈഫിൽ ചില വീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? ചില ധാർമ്മിക വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും, ചില തത്വങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓരോരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അതിനെയാണ് നമ്മൾ മൂല്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആത്മാർത്ഥത, അതുപോലെ തന്നെ ആരോഗ്യം, സമയനിഷ്ഠ, അതുപോലെ ആദരവ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ നൽകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ, അല്ലേ? നമ്മുടെ ഒരു ക്യാരക്ടറിനെ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്ത് നിർത്തുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒരു ബെസ്റ്റ് വേർഷൻ ആക്കി കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂസ് നൽകുന്നതുകൊണ്ടാണ്, അല്ലേ? നമ്മുടെ ആരോഗ്യത്തിനായാലും, അതുപോലെ തന്നെ ഒരാളോട് ആദരവ് കാണിക്കുന്നതിനായാലും, ടൈം പങ്ക്ച്വാലിറ്റി കാണിക്കുന്നതിനായാലും, ആത്മാർത്ഥത കാണിക്കുന്നതിലൂടെയൊക്കെ നമ്മളെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങളാണ്, നമുക്ക് കുറച്ചും കൂടെ വാല്യൂസ് നൽകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വാല്യൂസ് നൽകുന്നതിലൂടെ നമ്മുടെ വാല്യൂ കൂടെ അവിടെ കൂടുകയാണ്, അല്ലെ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യമാണ് ആദർശങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കുറച്ച് മൂല്യങ്ങൾ, കുറച്ച് വാല്യൂസ് ഉണ്ടായിരിക്കും, അല്ലെ? അതിനെയാണ് ആദർശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഒരു വ്യക്തിയുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കുറച്ച് മൂല്യം, എന്താണ്? വാല്യൂസ്. ആ വാല്യൂസിനെയാണ് ആദർശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാര്യമാണ് എന്ത്? ഗോൾസ്. ഇനി ഗോൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഗോൾസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? ഈ ലക്ഷ്യങ്ങളെയൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും നേടുന്നുണ്ട്. അതിനെയാണ് ഈ ഗോൾസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിളാണ്. ഏതൊരു വ്യക്തിക്കും ഗോൾസ് ഉണ്ടായിരിക്കും, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങളെയൊക്കെ സാധൂകരിച്ച് ആ ആവശ്യങ്ങളൊക്കെ നടത്തുന്നു. ആ നടത്തുന്നതിലൂടെ നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നു. അതാണ് ഈ ഗോൾസ് എന്ന കോൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3 വരുന്നത്. എന്തൊക്കെയാണത്? ഒന്നാമത്തത് വാല്യൂസ്, രണ്ടാമത്തത് സ്റ്റാൻഡേർഡ്സ്, മൂന്നാമത്തത് ഗോൾസ്, അല്ലെ? വാല്യൂസിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോരോ ധാർമ്മിക വിശ്വാസങ്ങളും തത്വങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യം, അതുപോലെ തന്നെ ആദരവ്, അതുപോലെ തന്നെ എന്താണ്? സമയനിഷ്ഠ, ആത്മാർത്ഥത. ഇതൊക്കെ നമ്മൾ നൽകുന്ന വാല്യൂസ് ആണ്. ആ വാല്യൂസിലൂടെ നമ്മൾ അതിന് കൊടുക്കുന്ന വാല്യൂസിലൂടെ നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. രണ്ടാമത് വരുന്നത് ആദർശങ്ങളാണ്. ഒരു വ്യക്തിയുടെ അയാളെ സംതൃപ്തിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ സംതൃപ്തിപ്പെടുത്താൻ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു പ്രേരണ നൽകുന്ന മൂല്യങ്ങളെയാണ് നമ്മൾ ആദർശങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗോൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓരോരോ വ്യക്തികൾക്കും ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് തന്നെയാണത്. ആ ലക്ഷ്യങ്ങളെ സാധൂകരിച്ച് അതിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി അതിൽ സന്തോഷം കണ്ടെത്തുക, സംതൃപ്തി കണ്ടെത്തുക. അതാണ് ഈ ഗോൾസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ.